എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഗളിയിൽ നല്ല സിംഗ എന്ന സ്ഥലത്താണ്. അഗളി എക്സ്പ്ലോറേഷന്റെ അടുത്ത വീഡിയോ ആണിത്. ഞങ്ങൾ ഇന്ന് ഈ അഗളി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയ സ്ഥലമാണ് ഈ നല്ല സിംഗ എന്ന്. വളരെ മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. കടമ്പാറ വ്യൂ പോയിന്റ്, അതായത് കാറ്റാടി മുക്ക് എന്ന വ്യൂ പോയിന്റ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവിടെ ഒരു പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് ഇവിടെ കാണുന്നത്. ആ റിസോർട്ടിന്റെ ഉള്ളിലായിട്ട് അതിനോട് ചേർന്നിട്ട് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണിത്, നല്ല സിംഗ എന്ന സ്ഥലത്തുള്ളത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ റിസോർട്ടിന് ഉള്ളിൽ തന്നെ പണിയുന്ന വളരെ കയറ്റമുള്ള ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ റിസോർട്ട്. മുകളിലേക്കൊന്ന് കയറാൻ പോവുകയാണ് വാഹനത്തിൽ തന്നെ. അതിനുശേഷം അവിടെ ഒരു വ്യൂ പോയിന്റും വഴിയുന്നുണ്ട്. മുകളിൽ പോയിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് ആദ്യമായിട്ട് കാണാം. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറുകളൊക്കെ മുകളിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മണ്ണ് റോഡാണ്, സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്, സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വാഹനം പിന്നെ 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് സംശയിക്കാൻ നിന്നല്ലേ ഞങ്ങൾ വാഹനം മുന്നോട്ടെടുത്തു. നമുക്കിതിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ മുകൾ ഭാഗത്ത് കാണുന്ന വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. വളരെയധികം കാറ്റാടി യന്ത്രങ്ങളുള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് കാറ്റാടി മുക്കിൻ്റെ വഴിയിൽ കൂടി തിരിക്കാം. ഈ റിസോർട്ടിന് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ റിസോർട്ടിന് സൈഡിലുള്ള വഴിയിൽ കൂടിയാണ് കാറ്റാടി മുക്കിലേക്ക് പോകേണ്ടത്. തൽക്കാലം ഇപ്പോൾ 4-wheel ഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ അവിടെ പോകാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം വളരെ മോശം റോഡാണ്, മണ്ണ് റോഡാണ്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യം ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളങ്ങനെ ഈ കുന്നിൻ്റെ മുകളിൽ വാഹനം പാർക്ക് ചെയ്തു. ഈ റിസോർട്ടിലേക്ക് വെള്ളത്തിന് ഉപയോഗിക്കുന്ന ഒരു വലിയ വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട്. ആ വാട്ടർ ടാങ്കിന് മുകളിലായിട്ടാണ് ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ വ്യൂ പോയിന്റിന്റെ മുകളിലേക്ക് ഒന്ന് കയറാം. ഇവിടെ പണിയെല്ലാം നടന്ന് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ടാങ്കിന് മുകളിലായിട്ട് ടൈൽസ് ഒന്നും പതിച്ചിട്ടില്ല. വർക്കെല്ലാം കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ താഴെ നമ്മൾ നേരത്തെ കയറി വന്ന അവിടെ കാണുന്ന റെസ്റ്റോറൻ്റ് എല്ലാം വളരെ ചെറിയതായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ അത്രയധികം മുകളിലേക്കാണ് കയറി വന്നത്. വളരെ ഭംഗിയുള്ള കുന്നിൻ ചുറ്റുമാണ് ഈ റിസോർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കാണാൻ അതിമനോഹരമായിരിക്കും. നല്ല സിംഗ എന്ന സ്ഥലത്താണിത്. അഗളിയിൽ നല്ല സിംഗ എന്ന സ്ഥലത്താണ് ഈ റിസോർട്ടുള്ളത്. കടമ്പാറ വ്യൂ പോയിന്റ്, കാറ്റാടി മുക്ക് വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അഗളി എക്സ്പ്ലോർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും വന്ന് ഈ കാറ്റാടി മുക്കിൽ വന്നിട്ട് കാറ്റാടി മുക്കിന്റെ കാഴ്ചകളെല്ലാം കാണുക.
ഇവിടെ അഗളിയിൽ തന്നെ സ്ഥിരതാമസമായ മിസ്റ്റർ പോളാണ് ഞങ്ങളുടെ ഗൈഡായിട്ട് കൂടെ വന്നത്. അദ്ദേഹത്തിന് ഈ സ്ഥലങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളങ്ങനെ ഈ ടോപ്പ് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങി കറ്റാടിമുക്കിന്റെ മെയിൻ പോയിന്റിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു കയറ്റമാണിത്. ഈ റോഡും ഇങ്ങനെ മണ്ണിട്ട റോഡാണ്. അല്പം കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ കാറെല്ലാം പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കാറൊന്നും പോകാൻ സാധ്യതയില്ല. 4 വീൽ ഡ്രൈവ് മാത്രമേ പോവുകയുള്ളൂ. ഇവിടെയുള്ള കുന്നും പുറകിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് കുറേ പേര് നിൽക്കുന്നു കണ്ടു. ഞങ്ങളങ്ങനെ നേരെ കാറ്റാടി യന്ത്രങ്ങൾ കാണുന്ന നേരെ കാണുന്ന കുന്നിന്റെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനം വളരെ പതുക്കെയാണ് പോകാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മളിവിടെ വീഡിയോ ഇപ്പോൾ കാണുന്നത് സ്പീഡ് കൂടിയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി. വഴി മുഴുവനായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അല്പം സ്പീഡ് കൂട്ടി കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമ്മളൊരു കുന്നിൻ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു കാറ്റാടി മെഷീന്റെ താഴെ നമ്മൾ എത്തി. ഓരോ കാറ്റാടി മെഷീനും പ്രത്യേകമായിട്ട് ജനറേറ്റർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാറ്റാടി മെഷീന്റെ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടു. ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും താഴേക്ക് തിരിച്ചിറങ്ങുകയാണ്. വളരെയധികം കാറ്റാടി മെഷീൻ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. ഇവിടെ നിന്നാൽ അഗളിയിലെ മിക്കവാറും എല്ലാ മലനിരകളും കാണാൻ കഴിയും. കാരണം നമ്മളത്ര ഉയരത്തിലാണ് ഈ കാറ്റാടി കാണുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് 4 ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ചുറ്റും മലനിരകളാണ്. ഡിസംബർ മാസത്തിലെല്ലാം ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. കാരണം കോട ഇറങ്ങിയിട്ട് വളരെ മൂടലായിരിക്കും. അഗളിയുടെ മറ്റ് വ്യൂ പോയിന്റ്സ് എല്ലാം ഞാൻ ഈ ചാനലിനകത്ത് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നരസിംഹമുക്ക് വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ ജെല്ലിപ്പാറ വ്യൂ പോയിന്റ്, കൂടാതെ സൈലന്റ് വാലിയുടെ 2 വീഡിയോ. അഗളിയിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കാവുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ അഗളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഗളിയുടെ എല്ലാ വീഡിയോകളും കാണണം എന്നുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഉറക്കാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
ഞങ്ങളങ്ങനെ ഈ കാറ്റാടി മുക്കിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ തിരിച്ചിറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.